പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. കർത്താവ് എൻ്റെ കൺമുന്നിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുവശത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. നേഴ്സസ് ടൈമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിൻസി. ഞാൻ കുടുംബമായി അബുദാബിയിൽ കഴിഞ്ഞ 7 വർഷമായി താമസിക്കുന്നു. ദൈവകൃപയാൽ ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്നു. നാട്ടിൽ ഞാൻ പാല, മറ്റക്കര തിരുക്കുടുംബ ദേവാലയ ഇടവാംഗമാണ്. എൻ്റെ പേര് അനു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. അബുദാബിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ കാവാലം ലിസ്യു ഇടവാംഗമാണ്. ജെറമിയ 1:5 മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കും മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതെ ചേച്ചി, ഈ വചനം ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രതിഫലിച്ച് നിൽക്കുന്ന ഒരു വചനമാണ്. ശരിക്കും ഈശോ
നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നമ്മളെ നേഴ്സുമാരായി തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് തോന്നും ചേച്ചി ഈ വചനം കേൾക്കുമ്പോൾ. ശരിക്കും ഞാൻ ശരിക്കും നഴ്സിംഗ് ഫീൽഡിലേക്ക് ഇഷ്ടത്തോടെ കടന്നു വന്ന ഒരാളൊന്നും അല്ല. +2 ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ഒരു സിറ്റുവേഷൻ, വീട്ടിലെ സാഹചര്യമൊക്കെ കാരണം നഴ്സിങ്ങിന് പോയേക്കാന്ന് തീരുമാനിച്ചു. എനിക്ക് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയത് നാട്ടിൽ സെൻറ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചെത്തിപ്പുഴ, ഒരു ക്രിസ്തീയ സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ +2 കഴിഞ്ഞ സമയം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല, ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു നേഴ്സ് ആവാൻ പറ്റുമോ, ഇതൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം, ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് അന്നേരം. അന്നൊക്കെ ഞങ്ങൾക്ക് ഈ നഴ്സിംഗ് കോളേജിൽ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ്. അവർ മസ്റ്റായിട്ട് എന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ജപമാലയിൽ പങ്കെടുക്കണം. ഇത് മസ്റ്റാണ് അവിടെ, അതില്ലാതെ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ അവരിതൊരു ബുദ്ധിമുട്ടായിട്ട് പറയും. എന്തിനാ ഇവർ നമ്മളെ ഇത് നിർബന്ധിച്ച് ചെയ്യുന്നത്, നമുക്ക് തോന്നണ്ടേ നമ്മുടെ ഇഷ്ടത്തോടെ. പക്ഷെ അന്ന് ആ സമയത്ത് നമുക്ക് ചെറിയ പ്രായം, അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു ആശ്വാസമായിരുന്നു. ശരിക്കും ഞാൻ ഓർക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലുണ്ട്, ആ ചാപ്പലിലാണ് നമുക്ക് ചെറിയൊരു ചാപ്പലാണ്, ആ ചാപ്പലിലായിരിക്കും നമുക്ക് കുർബാന. അപ്പം ഞാൻ ഈ കുർബാനയ്ക്ക് ഒരു 10-15 മിനിറ്റ് മുന്നേ ചാപ്പലിൽ പോയിരുന്ന് ഈശോയോട് സംസാരിക്കും. ഞാനിരുന്ന് കരയും, എനിക്ക് പറ്റുമോ ഈശോയോട്. എൻ്റെ വേറെ ആരോടും പറയത്തില്ല, വീട്ടിലും പറയത്തില്ല, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായാലോ എന്നോർത്ത് അവരോടും പറയത്തില്ല. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അങ്ങനെ ചേച്ചി 4 വർഷക്കാലം ഒരു ബുദ്ധിമുട്ടും കൂടാതെ തമ്പുരാൻ എന്നെ വഴി നടത്തി. ശരിക്കും യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിലെ ഒരു വചനമുണ്ട്, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ശരിക്കും തമ്പുരാൻ എന്നെ പേര് ചൊല്ലി വിളിച്ച് ഈ ഫീൽഡിലേക്ക്, നഴ്സിംഗ് ഫീൽഡിലേക്ക് കടത്തിവിട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചി. അത് കഴിഞ്ഞ് ഈ പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളെ ഞാൻ കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയത് സൗദി അറേബ്യയിലാണ്. അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണ കാലഘട്ടം എന്നൊക്കെ പറയാം. അവിടെ നമുക്ക് ഒരു പള്ളിയില്ല, കൂതാശകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ സിൻസിയ ദൈവം അറിഞ്ഞ് ഒരുക്കിയാണ്, ശരിക്കും എന്നെ ഒരുക്കിയാണ് അവിടേക്ക് വിട്ടെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ യൂട്യൂബിനകത്ത് വരുന്ന പരിശുദ്ധ കുർബാന, ജപമാല, അച്ഛന്മാരുടെ ടോക്ക്, ഇതൊക്കെയാണ് ഏക ആശ്രയം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് നേഴ്സസ് ടൈം എന്ന പ്രോഗ്രാം കാണുന്നത് ചേച്ചി. സൗദിയിൽ അന്നേ ഞാൻ അറിഞ്ഞതാണ്. അന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഈ നേഴ്സസ് മിനിസ്റ്റർ എനിക്കും മെമ്പർ ആകണം. എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കും ഈശോയുടെ സാക്ഷിയായി ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് സംസാരിക്കണം. അന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം ചേച്ചി. ശരിക്കും ഒത്തിരി പ്രതിസന്ധികൾ കഴിഞ്ഞാണ് ഞാൻ ഈ അബുദാബിയിൽ എത്തിപ്പെട്ടത്. പെട്ടെന്ന് ജോലി കിട്ടി, എൻ്റെ വിവാഹശേഷം ഞാൻ ഇവിടെ എത്തി. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നന്ദിയോടെ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതെ സിൻസി, എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. സിൻസി പറഞ്ഞത് വളരെ അത്ഭുതകരമായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. എൻ്റെ നഴ്സിംഗ് ലൈഫും ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ പോയതല്ല. മാതാപിതാക്കളും പിന്നെ ചില ബന്ധുജനങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ നഴ്സിംഗ് ആണ് ഏറ്റവും ജോലി സാധ്യതയുള്ളത്, അങ്ങനെ അതാണല്ലോ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അവിടെ ഞങ്ങളുടെ ഒരു പ്രീസ്റ്റ്, ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ അങ്ങനെ ഒത്തിരി അന്വേഷണങ്ങളുടെ ആവശ്യം വന്നില്ല. കേരളത്തിന്റെ പുറത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ എന്നെ അങ്ങനെ അവര് വളരെ എല്ലാ സൗകര്യങ്ങളും പെട്ടെന്ന് തന്നെ എനിക്ക് പോകാനുള്ള എല്ലാം റെഡിയായി പോയി. അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കുമ്പോൾ എനിക്ക് മലയാളത്തിലുള്ള കുർബാനയൊന്നും അവിടെ കിട്ടുന്നില്ലായിരുന്നേ. പക്ഷെ അന്നേരം ഇംഗ്ലീഷ് കുർബാനകളൊക്കെ ഞായറാഴ്ച മാത്രം ഞങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെ ചെല്ലുമ്പോൾ ഇതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഓർമ്മ വരുന്നത് ഐ സറണ്ടർ എ ലോഡ് എന്നുള്ള ആ ഒരു പാട്ടിന്റെ ഈരടിയില്ലേ, അതെന്റെ മനസ്സിൽ എപ്പോഴും വരും. കാരണം അന്ന് എൻ്റെ മനസ്സിന്റെ ഉള്ളില് ഉള്ള ആ ഒരു വേദനയോടുകൂടി ഈശോയോട് നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരൊറ്റ ഒരു ഇത് എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുമായിരുന്നു. അവിടെ നിന്ന് പഠനത്തിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയതെല്ലാം പരിശുദ്ധ കുർബാന പാർപ്പിച്ച് നിത്യാരാധന ചാപ്പലുള്ള സ്ഥാപനങ്ങൾ തന്നെയായിരുന്നു ജോലി ചെയ്തത്, പിന്നീടുള്ള ജോലി ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് ജീവിത പങ്കാളി വഴി ഞാനിങ്ങനെ അബുദാബിയിലേക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ കയറി വന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട്. ചേച്ചി ശരിക്കും ഞാൻ എപ്പോൾ പള്ളി വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെ പ്രാർത്ഥിക്കാൻ പള്ളി വന്നാലും ചേച്ചീനെ ഞാൻ പള്ളിയിൽ കാണാറുണ്ട്. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തിട്ടാണ് ചേച്ചി ഡ്യൂട്ടിക്ക് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ശരിക്കും ചേച്ചി ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വന്ന ഒരാളാണോ? സിൻസിയ ചെറുപ്പത്തില് പേരൻസും പിന്നെ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മുട്ടേ കുത്തി നിന്ന് തന്നെ ജപമാല ചെല്ലണം, എല്ലാവരുടെ കയ്യിലും കൊന്ത ഉണ്ടായിരിക്കണം, 7:30 തന്നെ എല്ലാവരും ഈശോയുടെ മുമ്പിൽ വന്നിരിക്കണം, ഇങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യിപ്പിച്ചതാണ് അന്ന്. പക്ഷെ പിന്നീട് അതെന്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടു. പിന്നെ എൻ്റെ മമ്മി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു മമ്മി ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഈശോയുടെ മുമ്പിൽ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
എപ്പോഴും ഒഴിവ് സമയങ്ങളിലെല്ലാം ജപമാല കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓമേ ചെല്ലുന്നത്. അന്നൊന്നും എനിക്ക് അത്രത്തോളം തീഷ്ണത ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പപ്പ എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്, എല്ലാ സമയമാകുമ്പം തമ്പുരാൻ നടത്തി തരുമെന്ന്. അങ്ങനെ ഒരൊറ്റ ആ ഒരു വാക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ചേച്ചി അങ്ങനെ ആരും ഒന്നും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കരുണക്കൊന്തയുടെ ഒരു മഹത്വം പറഞ്ഞു തന്നിട്ടുണ്ട്. മമ്മി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്ത ചെല്ലും. അപ്പോഴും ഞങ്ങളെ വിളിക്കത്തൊന്നുമില്ല, നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാനും ആ കൂടെ എഴുന്നേറ്റ് കരുണക്കൊന്ത ചെല്ലും. ഈശോയുടെ തിരുരക്തത്താൽ കഴുകണേന്ന്, നമ്മുടെ പാപാവസ്ഥകൾ കഴുകി കളയണേ, എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ തരണേന്ന് പ്രാർത്ഥിക്കാൻ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചി ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. സാധിക്കുമ്പോഴെല്ലാം 3 മണി സമയത്ത് നമ്മൾ ഈശോയോട് എന്തു ചോദിച്ചാലും നമുക്കത് കരുണയുടെ മണിക്കൂറാണ്. അത് എനിക്ക് അറിയാവുന്നവർക്കും പറഞ്ഞു കൊടുക്കും. നമുക്ക് എന്ത് വിഷമാവസ്ഥ ഉണ്ടെങ്കിലും ആ സമയം ഈശോയോട് ചോദിച്ചാൽ നമുക്ക് സാധിച്ചു കിട്ടും. എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു ആവശ്യകത മനസ്സിലായിരിക്കുന്നത്. കരുണയുടെ കൊന്തയുടെ അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. പിന്നെ ചേച്ചി, എന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആരും ഫോഴ്സ് ചെയ്ത് നീ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അങ്ങനെയൊന്നും എൻ്റെ പേരൻസോ എൻ്റെ ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ചെറുതിലേ തൊട്ട് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചേച്ചി, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആ ഒരു പ്രായത്തിൽ തൊട്ട് ഞാൻ വെളുപ്പിനെ എണീറ്റ് പള്ളിയിൽ പോകും. എൻ്റെ വീടിനടുത്ത് ഒരു കപ്പൂച്ചൻ ആശ്രമമുണ്ട്, കപ്പൂച്ചൻ സെമിനാരി, അച്ഛന്മാരുടെ സെമിനാരി ഉണ്ട്. അവിടെ 6:15 ഒരു കുർബാനയുണ്ട്. ഞാൻ എഴുന്നേറ്റ് ഞാൻ പോകുമായിരുന്നു. കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട്. ഈ കുർബാന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന്, അന്ന് കുഞ്ഞു ആവശ്യങ്ങളാണ്, ചെറിയ പ്രായമല്ലേ, കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് മാതാവ് നടത്തി തരും. ഞാൻ ശരിക്കും ഇപ്പം വെക്കേഷനൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ആ ഗ്രോട്ടയിൽ ചെന്ന് ഞാൻ നന്ദിയോടെ മാതാവിന് നന്ദി പറയും. അന്ന് ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ മാതാവ് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഒത്തിരി സന്തോഷം തോന്നും നമുക്ക്. നമ്മൾ അവിടെ നിന്ന് മാതാവേ എനിക്കിത് തരണേ, ആ ചോദിച്ചതൊക്കെ മാതാവ് തന്നിട്ടുണ്ട്. അതൊരു വലിയ ഒരു അത്ഭുതം. ഇങ്ങനെ വിശ്വാസ ജീവിതത്തിലാണ് ചെറുതിലേ തൊട്ട് പരിശുദ്ധ കുർബാന അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും ചേച്ചി എന്നെ കൊണ്ട് സാധിക്കുമ്പോഴൊക്കെ ഡ്യൂട്ടി നോക്കി ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട്. ഞാൻ എൻ്റെ മക്കളെയും ജീവിത പങ്കാളിയെ അതിന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിൻ്റെ മഹാത്മ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ കുർബാനയുടെ. ശരിക്കും ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വന്നതിൻ്റെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചേച്ചി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോളുണ്ടായി, അവൾക്ക് 1 വയസ്സുള്ള സമയത്ത് അവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു വിശ്വാസത്തിൻ്റെ മരുഭൂമി അവസ്ഥയിലൂടെ കടന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ അവൾക്കൊരു പൊള്ളലാണ് ഉണ്ടായത്. അത് ശരിക്കും ഞങ്ങളെ ഒരു മുറിപ്പെടുത്തിയ ഒരവസ്ഥയാണ്. എന്നുവെച്ചാൽ കൊച്ചു 1 വയസ്സ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അവൾക്കൊരു 2nd ഡിഗ്രി 3rd ഡിഗ്രി പോകണം. ചേച്ചിക്ക് അറിയാലോ, 1 വയസ്സുള്ള മോളെ നമ്മൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മന്ത് ഈ ഡ്രസ്സിങ്ങിൽ അവളെ കണ്ടിന്യൂ ചെയ്യണം. അവളെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റില്ല, നമുക്കൊന്ന് നേരെ എടുക്കാൻ പറ്റത്തില്ല, ആകെ ബുദ്ധിമുട്ട് ചേച്ചി. ആ സമയത്ത് ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് വരെ തോന്നിപ്പോയി. ഞാൻ ഈശോയോട് ഒത്തിരി പരാതി പറഞ്ഞു ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വേറെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, കരയുക മാത്രം. ഈ കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. കണ്ണടച്ച് ഞാൻ കുഞ്ഞ് ഉറങ്ങുക, ഞാൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈശോ ഒരു ബോധ്യം തന്നു. പരിശുദ്ധ അമ്മ ഈശോനെ ക്രൂശിൽ നിറക്കി ഈശോയുടെ മടി കിടത്തി മുറിവുകളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ മാതാവ് എന്നോട് ചോദിക്കുക, എൻ്റെ മോനെ, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോൻ ഇത്രയും സഹിച്ചു, പിന്നെ നിനക്കിത് എനിക്ക് വേണ്ടി സഹിച്ചുകൂടെ എന്നൊരു ചോദ്യം, ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ തന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി, അമ്മ സഹിച്ചില്ലേ, പരിശുദ്ധ അമ്മ ഇതൊക്കെ സഹിച്ചില്ലേ, പിന്നെ എനിക്കിത് ഈ ഒരു ചെറിയ വേദന സഹിച്ചാൽ എന്താ? ഞാൻ ശരിക്കും അന്ന് ഈശോയോട് കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. ഞങ്ങളുടെ പാപാവസ്ഥ കാരണമാണ് ഈ കുഞ്ഞു കൊച്ചിനെ എനിക്ക് ഈ ശിക്ഷ തന്നെ. അവൾക്ക് എന്താ വെച്ചാൽ പൊള്ളലല്ലേ ചേച്ചി, അത് നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ കിട്ടിയ ആ സമയം തൊട്ട് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു ആൻറ്റി പറഞ്ഞു തന്നു, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ തിരുവചനമാണ് ഈ മകളെ സുഖപ്പെടുത്തുന്നതെന്ന് നീ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ആൻറ്റി പറഞ്ഞു തന്നു. ഞാനും ഹസ്ബൻഡും അത് ഇങ്ങനെ ഉരുവിട്ടോണ്ടിരുന്നു. കണ്ടിന്യൂസ് ഞങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ ശക്തിയാണ് ചേച്ചി. ഡോക്ടർ 1 മന്ത് വെക്കണമെന്ന് പറഞ്ഞ ഡ്രസ്സിങ് 10ാമത്തെ ദിവസം ഡ്രസ്സിങ് അയച്ചു. അവള് ഫുള്ള് ഹീലായി. ചെറിയ പാടുകൾ മാത്രം. ചേച്ചി അവളെ കണ്ടിട്ടില്ലേ, അത്രയും വലിയ, ഇപ്പൊ അവൾക്ക് 5 വയസ്സായി, അവൾക്ക് അത്ര വലിയൊരു ആക്സിഡന്റ് ഉണ്ടായ മോളാന്ന് കണ്ടാ പറയില്ല. അതെ ചേച്ചി. അതുപോലെ ആ വചനം കുഞ്ഞിന് അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്, അവൾ ഇപ്പം നമുക്ക് എന്തൊരു അസുഖം
അവൾക്ക് ഉണ്ടായാലും നമുക്കുണ്ടായാലും അവൾ പറയും അമ്മേ നമുക്ക് ഈ വചനം പറയാമെന്ന് പറഞ്ഞാൽ അവളത് പറയും. അവൾക്കത് കാണാതെ അറിയാം. 5 വയസ്സുണ്ട്, അവൾക്കത് കാണാതെ അറിയാതെ ഞാൻ ദൈവത്തിന് നന്ദി പറയും. കുഞ്ഞിനും ആ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റി. അത് വലിയൊരു കാര്യമാണ് ചേച്ചി. കുഞ്ഞിന് ചെറുപ്പത്തിലെ ആ ഒരു വചനം ഇപ്പോഴും കുഞ്ഞിന്റെ മനസ്സിലുള്ളത്. നമ്മൾ പകർന്നു കൊടുക്കുന്ന വിശ്വാസമാണ് നമ്മുടെ അടുത്ത ഇത് പറഞ്ഞപ്പോ എന്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കാണ്. ഒരു കാർഡിയക് സർജറി കഴിഞ്ഞ് 1 month ഓൾഡ് ഒരു ബേബി ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തെ ആ കുഞ്ഞിന് ഇതുപോലെ സർജറി കഴിഞ്ഞ് വന്ന് അതിന് ഭയങ്കര ബാഡായിട്ട് പേരൻസിനോടെല്ലാം വിളിച്ചു പറഞ്ഞ് ഡോക്ടറിന് ഹോപ്പില്ല, അങ്ങനെ ഒരു 1 month ഓൾഡേ ഉള്ളൂ. അപ്പൊ അന്ന് ഞാൻ ജപമാല കൊണ്ടുപോയി എൻ്റെ അസൈൻമെന്റ് പേഷ്യൻസിന്റെ സൈഡിലേക്ക് വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടിന്യൂസ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് നല്ല വ്യത്യാസം ഉണ്ടായി. അങ്ങനെ ആ കുഞ്ഞ് രക്ഷപ്പെടുക ചെയ്തത്. പിന്നീട് അത് അന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ അവരത് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പേഴ്സണൽ ലൈഫ് പോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും നമ്മൾ ഈശോനെ അറിഞ്ഞ് ജോലി ചെയ്ത് അതിൻ്റെതായ വ്യത്യാസം മനസ്സിലാക്കും. ചേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓങ്കോളജി പേഷ്യൻ്റാണ്, ലിംഫോമയാണ് പുള്ളിക്കാരിക്ക്. അപ്പം അവർക്ക് ഈ LP ചെയ്യണം, അതായത് നട്ടല്ലിന്ന് ഒത്തിരി പെയിൻഫുൾ ആണ് പ്രൊസീജിയർ. ഇപ്പം രാവിലെ ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അവർ ഭയങ്കര സാഡായിട്ട് ആൻഷ്യസ് ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ BP ഒക്കെ എടുത്തിട്ട് പേഷ്യനെ പ്രൊസീജിയർ റൂമിലേക്ക് വിട്ടു. അവരുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നുവെച്ചാൽ ഭയങ്കര സങ്കടപ്പെട്ട് ആ വേദന അവർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനൊന്ന് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തിരക്കായിപ്പോൾ എങ്കിലും ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തായി എന്ന് അറിയാനായിട്ട് ഞാൻ പ്രൊസീജിയർ റൂമിൽ ഓടി ചെന്നപ്പോൾ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുക. അപ്പോൾ എനിക്ക് എന്താ ചെയ്യുന്നത്, ഞാൻ ആള് ക്രിസ്ത്യനാണ് പക്ഷെ മലയാളിയല്ല. ഞാൻ പറഞ്ഞു സാരമില്ല, മദർ മേരി അടുത്തുണ്ട്, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിലൊരു ജപമാല ചേച്ചി പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഞാൻ അത് അവരുടെ കൈ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പിന്നെ ഞാൻ ഈ കാര്യം വിട്ടുപോയി, മറന്നു. നമ്മൾ വേറെ തിരക്കിലായിപ്പോയി. ഈവനിങ് ആയപ്പോഴത്തേന് ഇവർ എൻ്റെ അടുത്ത് തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞു അവർ 2ാമത്തെ ടൈമിലാണ് ഈ LP പ്രൊസീജിയർ ചെയ്തത്. അവരോട് പറഞ്ഞു ഞാനൊരു വേദന അറിഞ്ഞേ ഇല്ല, മദർ മേരി എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തു, ഒത്തിരി ഭയങ്കര ആശ്വാസമായി അവർക്ക്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ വെച്ച് അവരെ കണ്ടു. അവരെൻ്റെ അടുത്ത് ഓടി വന്നിച്ച് പറഞ്ഞു ഞാൻ സിസ്റ്ററിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ അനുഭവിച്ച ആശ്വാസം വളരെ വലുതാണ്. ശരിക്കും ചേച്ചി നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കണ്ട് ഈശോയുടെ മുഖം കണ്ട് ഓരോ പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. പറഞ്ഞ ശരിയാണ്. നമ്മൾക്ക് ആ വേദനിക്കുന്നവരിൽ ഈശോയെ കാണാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അതെ ചേച്ചി പണ്ടൊക്കെ ഞാൻ ജോലിക്ക് പോയാൽ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാലും ഈ ഷിഫ്റ്റ് ഒന്ന് കഴിഞ്ഞ് കിട്ടണം, നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും വരരുത്, എങ്ങനെയാലും ഷിഫ്റ്റ് കഴിഞ്ഞൊന്ന് വീട്ടിൽ പോകണം, അങ്ങനെയായിരുന്നു. പക്ഷെ ചേച്ചിക്കറിയാം, ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രി ഇതിലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മുടെ സീനിയേഴ്സും ഒക്കെ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ഈശോയുടെ തിരുരക്തത്താൽ എന്നെയും എൻ്റെ യൂണിറ്റിനെയും ഓരോ പേഷ്യൻസിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാണ് ഞാൻ ഡ്യൂട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എത്ര തിരക്കാണേലും എങ്ങനെയാണേലും നമുക്ക് ആത്മാർത്ഥതയോടെ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് ഓരോ പേഷ്യൻസിനെയും കൂടെ നിന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ അപ്പനെയോ അമ്മയോ നമ്മുടെ കൂടപ്പുറപ്പിനെയോ പോലെ ഓരോ പേഷ്യൻസിനെ കാണാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരോടും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ട്. സഹോദരരോട് കാണിക്കുന്ന ഒരു സ്നേഹം അവർക്ക് തിരക്ക് വന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റാറുണ്ട്. ചേച്ചി പറഞ്ഞത് ശരിയാണ്. കൂടായ്മ വന്നമേലെ എനിക്കും ഇതുപോലെ ജീവിതത്തില് പഴയ നഴ്സിംഗ് ലൈഫ് പുതിയതായിട്ട് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. പേഷ്യൻസിനെ അവരിങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ പോലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല അല്ലെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു കഴിവൊക്കെ നമുക്ക് കിട്ടിയത് നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം. കൂട്ടായ്മയുടെ ശക്തിയാണ്. ശരിക്കും സാറ്റർഡേയിലെ നമ്മുടെ പ്രയർ വരാനായിട്ട് ഞാൻ കാത്തിരിക്കും ചേച്ചി. എന്താന്ന് വെച്ചാൽ ആ ഒരു ആഴ്ചയിലെ എൻ്റെ വിഷമങ്ങളൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രാർത്ഥനയിലെ അഡോറേഷൻ്റെ സമയത്തൊക്കെ ഞാൻ ഈശോയുടെ മുന്നിൽ ഇറക്കി വെക്കാറുണ്ട്. ചിലപ്പോൾ പേഴ്സണൽ പ്രയറിനൊന്നും എനിക്ക് എന്നും സമയം കിട്ടത്തില്ല, പക്ഷേ സാറ്റർഡേ എനിക്ക് ഇങ്ങനെ ഒരു പ്രയർ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു ആശ്വാസമാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നത് ഈ നമ്മുടെ സാറ്റർഡേ പ്രയറിലാണ്. ചേച്ചിക്കാരോ, ഞാൻ റീസെൻ്റ്ലി എൻ്റെ ജോബ് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പം ഈ നേഴ്സസ് മിനിസ്ട്രി നമ്മുടെ സാറ്റർഡേ പ്രോഗ്രാമിൽ ചേച്ചിമാർ എല്ലാവരോടും എന്നെ പ്രാർത്ഥിച്ചൊരുക്കിയാണ് എന്നെ ഈ പുതിയ ജോബിലേക്ക് പറഞ്ഞു വിട്ടത്. അത് ശരിക്കും ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് കിട്ടിയൊരു വെൽക്കമിങ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാനൊരു പുതിയ സ്റ്റാഫാണ്, പക്ഷേ എനിക്ക് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ചേച്ചി പറഞ്ഞത് ശരിയാണ്. നേരത്തെ എനിക്കാണെങ്കിൽ ഈ പ്രയറിന് വിളിക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നേ. ഇപ്പം ഈ പ്രയർ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് വരാൻ പറ്റില്ല
അല്ലല്ലോ എനിക്ക് കൂട്ടായ്മ എൻ്റെ പേഷ്യൻസിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ലോകത്തുള്ള നേഴ്സുമാർക്ക് വേണ്ടി എല്ലാം നമുക്ക് ഈശോയെ അറിയാത്തവരെ അറിയിക്കണം. അതാണ് ഓരോരുത്തരുടെയും. ഈശോ നമ്മളെ കൂടെ ചേർക്കുന്നത് തന്നെ മറ്റുള്ളവരെ ഈശോയെ കൂടുതൽ അറിയിക്കാനാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ സുവിശേഷമായി മാറുക അല്ലെ? അതെ ചേച്ചി, അതെ ചേച്ചി. പ്രത്യേകിച്ച് ക്ഷമിക്കാനുള്ള ഒരു കഴിവ്. നമ്മളോട് ആരെന്ത് ചെയ്താലും ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ ഉള്ളിൽ ഒരു ബോധ്യം അതെനിക്ക് എപ്പോഴും ഇപ്പൊ കിട്ടുന്നുണ്ട്. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. മനസ്സിൽ സങ്കടം വെച്ചുകൊണ്ടിരിക്കും, അവരെന്നോട് അത് ചെയ്തല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനല്ല, ഒത്തിരി മാറി ചേച്ചി. എല്ലാത്തിനും പരാതി ഉണ്ടായിരുന്ന ഒരു ലൈഫിൽ നിന്നും ഈശോയുടെ മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെ. എല്ലാ നേഴ്സുമാരോടും അതെ, എല്ലാ നേഴ്സുമാരോടും നമുക്ക് നമ്മുടെ ഈ മെസ്സേജ് കൈമാറാൻ ശ്രമിക്കാം. അതെ, എല്ലാവരും ഈശോയെ അറിയട്ടെ, ഈശോയോട് ചേർന്ന് ജോലി ചെയ്യട്ടെ. അവരുടെ എല്ലാ ഭാരങ്ങളും ഈശോ ആശ്വസിപ്പിക്കും. അതെ. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. എപ്പോഴും ടെൻഷനും പരാതി മാത്രമേ ഉള്ളൂ. എനിക്ക് ദൈവം തന്നിട്ടില്ല. അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് ദൈവം എന്നെ ഒരു ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടാക്കിയേ. ശരിക്കും അത് എന്നെ ദൈവം കൊണ്ടുവന്നാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവിടെ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര വിഷമായിപ്പോയി. കാരണം ഞാൻ തന്നില്ല എന്ന് ഈശോയുടെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ജീവിതത്തിൽ ഞാൻ പിന്നെ ഭൗതിക ആവശ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി ഭൗതിക ആവശ്യങ്ങളൊന്നും അല്ല അതിലും വലുത് ഈശോയെ അറിയാൻ ആദ്യം ശ്രമിക്കുക, ഈ പേഷ്യൻസിലൂടെ ഈശോയ്ക്ക് കൊടുക്കുക. അതിനുവേണ്ടി ദൈവം എൻ്റെ ഡ്യൂട്ടി എല്ലാം ക്രമീകരിച്ചു തന്നു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് വരാനുള്ള രീതിയിലുള്ള ജോലിയുടെ ടൈമിംഗ് എല്ലാം ചേഞ്ച് ചെയ്ത് തന്നു. ഞാൻ ആരോടും ചോദിച്ചിട്ട് തന്നതല്ല, ദൈവം അത് ചെയ്തു തന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി പോയി. പിന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ എനിക്ക് അരമണിക്കൂർ, ആദ്യം 10 മിനിറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിപ്പോ അരമണിക്കൂർ, ഇപ്പൊ ഞാൻ ചിലപ്പം 1.5-2 മണിക്കൂർ വരെ ഇരുന്നാലും മതിയാവില്ല സംസാരിച്ച് ഈശോയുടെ. അതാണ് ഈശോയ്ക്ക് നമ്മള് നമ്മുടെ ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുത്തിരിക്കണം. പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു സമയമില്ല, മക്കളുണ്ട്, അല്ലെ ഡ്യൂട്ടി കഴിഞ്ഞ് താമസിച്ചാവുന്ന, അതുകൊണ്ടാണ് എനിക്ക് പ്രയറിന് വരാൻ പറ്റാതെന്നൊക്കെ ഞാൻ പരാതി പറയും. ഇപ്പൊ ഉണ്ടല്ലോ ചേച്ചി, ഞാൻ അങ്ങനല്ല. മക്കളെയൊക്കെ ഈശോയെ നമുക്ക് തന്നത്, നമ്മുടെ ഫാമിലി ഈശോ നോക്കിക്കോളുമല്ല, അവരെ ഈശോ നോക്കിക്കോളും. നമ്മള് 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക. ഞാൻ അത് എനിക്ക് എല്ലാവർക്കും, ഞാൻ ഒത്തിരി നേഴ്സുമാരെ ഞാൻ പ്രയറിനൊക്കെ വിളിക്കാൻ, എല്ലാവരും പറയും സമയമില്ല, ഇത്രയും ദിവസം ഡ്യൂട്ടിക്ക് പോയി, ഇനിയിപ്പം ഒരു ദിവസം ഓഫ് കിട്ടും, അല്ലെ 2 ദിവസം ഓഫ് കിട്ടുമ്പം മക്കളുടെ കൂടെ ഇരിക്കണം, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, ഒത്തിരി പണിയുണ്ട്. ശരിയാണ്, നമുക്ക് സ്ട്രെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന്റെ വില വേറെ ഒന്ന് തന്നെയാണ് ചേച്ചി. അത് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ദിവസം ഇത്ര സമയം, അതായത് സഹനമെടുത്ത് ത്യാഗമെടുത്ത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം എന്നാണ് എനിക്ക്. ഈശോയോട് ചേർന്ന് നിന്നാൽ ഈശോ നമ്മോടും ചേർന്ന് കൽപ്പനകൾ വേണ്ടതെല്ലാം നമുക്ക് ദൈവം തരും. അതെ, കൽപ്പനകൾ പാലിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുക. നമ്മൾ ഹോളി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ എല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം ഉദാശകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ എനിക്ക് ഓൺകോളജി പേഷ്യൻസിന് അത് പലപ്പോഴും ഭയങ്കര ടെൻഷൻ അടിച്ച് അവരധികം ആകെ ഒരു കരഞ്ഞോണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അസസ്മെന്റ് ഒക്കെ എടുക്കാൻ നേരത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, 121 സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി തുടങ്ങുന്ന സങ്കീർത്തനത്തിന്റെ പറഞ്ഞു കൊടുക്കുക. അവരത് വേഗം നോട്ട് ചെയ്തുകൊണ്ട് പോകും. ഒന്നും നമ്മുടെ മലയാളീസ് ഒന്നും അല്ല കേട്ടോ, വേറെ നാഷണാലിറ്റീസ് ആണ്, സിറിയൻ അങ്ങനെയൊക്കെയുള്ള. അവർക്ക് ഈശോയെ അറിയാവുന്നവരും ഈശോയെ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ, ജീസസ് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അവര് പറയും, ഭയങ്കരമായിട്ടും കരഞ്ഞു വരുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ വിഷമങ്ങൾ താഴെ വെച്ചിട്ട് ഈശോയെ മേളിൽ വെക്കാം, അപ്പൊ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവര് അടുത്ത വിസിറ്റിന് വരുമ്പം ഭയങ്കര വ്യത്യാസം. അവരെന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിച്ചോണ്ടാ വരുന്നത്. അന്നേരം അവര് എന്താ ചിരിക്കുന്ന ഞാൻ ചിലപ്പോൾ മറന്നുപോകും. അപ്പൊ അവര് പറഞ്ഞു, നീ അല്ലേ പറഞ്ഞത് ജീസസ് ക്രൈസ്റ്റ് എല്ലാം എടുത്തോളും എന്ന്, ഇപ്പൊ ഐ ആം ഹാപ്പി എന്ന്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നേഴ്സിന് താൻ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലേക്കും, താൻ ഇടപെടുന്ന ഓരോ വ്യക്തികളിലേക്കും, കൂടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരിലേക്കും അത് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഈ സ്നേഹം എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും
മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.